Statement of changes in equity. So what is statement of changes in equity? Statement of changes in equity show the information about increase or decrease in the net assets or wealth of an equity. ഒരു എൻറ്റിറ്റിയുടെ വെൽത്ത് എന്ന് പറയുന്നത് ഇക്വിറ്റിയാണ്. ആ ഇക്വിറ്റിയിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് അതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്നുള്ളതിൽ പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് റീകൺസിലേഷൻ ബിറ്റ്വീൻ ഇക്വിറ്റി അറ്റ് ദ ബിഗിനിങ് ഓഫ് എൻ അക്കൗണ്ടിംഗ് പീരീഡ് ആൻഡ് ഇക്വിറ്റി അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിംഗ് പീരീഡ്. ഒരു അക്കൗണ്ടിംഗ് പീരീഡിലെ സ്റ്റാർട്ടിങ്ങിലുള്ള ഇക്വിറ്റിയും അതായത് ഷെയർ ക്യാപിറ്റൽ, റിസർവ് ഇതെല്ലാം കൂടെ കൂടിയതാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അതും ലാസ്റ്റിലുള്ള ഇക്വിറ്റിയും തമ്മിലുള്ള ഒരു മിസ്മാച്ചിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. സോ ഇതിൽ വരുന്ന ഐറ്റംസ് കോമ്പണൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്ന് ഓപ്പണിംഗ് ബാലൻസ്, അതായത് സ്റ്റാർട്ടിങ്ങിലുള്ള ഇക്വിറ്റി ബാലൻസ്. ഓരോ ഐറ്റംസ് ആയിട്ട് നമുക്ക് പറയാം. ഓപ്പണിംഗ് ബാലൻസ് റെപ്രസെൻറ്റ്സ് ദ ബാലൻസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി റിസർവ്സ് അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ കമ്പാരറ്റീവ് റിപ്പോർട്ടിംഗ് പീരീഡ് ആസ് റിഫ്ലക്റ്റഡ് ഇൻ ദ പ്രയർ പീരീഡ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ലാസ്റ്റ് ഇയറിലുള്ള ഫിനാൻഷ്യൽ പൊസിഷനിൽ വന്നിട്ടുള്ള ഇക്വിറ്റി ഫിഗറാണ് ഈ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. ദെൻ ഇഫക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിംഗ് പോളിസീസ്. ചില അക്കൗണ്ടിംഗ് പോളിസികൾ കാരണം അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിസർവിൽ വ്യത്യാസം വരും. ആ വ്യത്യാസം വന്നിട്ടുള്ള എമൗണ്ടിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇതിനോടുകൂടെ ആഡ് ചെയ്യുന്നു. അതുപോലെ ഇഫക്റ്റ് ഓഫ് കറക്ഷൻ ഓഫ് പ്രയർ പീരീഡ് എറർ. പ്രയർ പീരീഡിൽ എന്തെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ട്, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് മീൻസ് ഇക്വിറ്റിയിൽ നമ്മൾ കാണിച്ചിട്ടുള്ള റിസർവിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ള കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നമ്മളിവിടെ കറക്റ്റ് ചെയ്യുന്നു. ആ കറക്റ്റ് ചെയ്തിട്ടുള്ള ഫിഗർ നമ്മൾ ആഡ് ചെയ്യുന്നു. ദെൻ റീസ്റ്റേറ്റഡ് ബാലൻസ്. This represents the equity attributable to shareholders at the start of the comparative period after adjustment in respect of changes in accounting policies and correction of the prior period errors. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ പ്രയർ പീരീഡ് എറേഴ്സും അക്കൗണ്ടിങ് പോളിസിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ കാരണം ഉണ്ടാകുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബാലൻസ് റീസ്റ്റേറ്റ് ചെയ്തിട്ടുള്ള ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ ചേഞ്ചസ് ഇൻ ഷെയർ ക്യാപിറ്റൽ. ഫർദർ ഇഷ്യൂ ഷെയർസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്യുന്നു. ദെൻ ഡിവിഡൻറ്റ് പേ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അനൗൺസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഷെയർ ഹോൾഡർ ഇക്വിറ്റിയിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യുന്നു, കുറയ്ക്കുന്നു. ദെൻ ഇൻകം ഓർ ലോസ് ഫോർ ദ പീരീഡ്. ദിസ് റെപ്രസെൻറ്റ്സ് പ്രോഫിറ്റ് ഓർ ലോസ് ആട്രിബ്യൂട്ടബിൾ ടു ഷെയർ ഹോൾഡേഴ്സ് ഡ്യൂറിങ് ദ പീരീഡ് ആസ് റിപ്പോർട്ടഡ് ഇൻ ദ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്ന ഇൻകം ഈ പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്യുന്നു, ലോസ് ആണെങ്കിൽ ഡിഡക്റ്റ് ചെയ്യുന്നു. ദെൻ ചേഞ്ചസ് ഇൻ ദ റീവാലുവേഷൻ റിസർവ്. റീവാലുവേഷൻ ഗെയിൻ അല്ലെങ്കിൽ ലോസസ് റെക്കഗ്നൈസ്ഡ് ഡ്യൂറിങ് ദ ഇയർ. അത് നമ്മൾ റീവാല്യൂ ചെയ്യുമ്പം, അതായത് ഒരു ഇപ്പോൾ അസറ്റിനെയൊക്കെ നമ്മൾ റീവാല്യൂ ചെയ്യുമ്പം അതിൻ്റെ ഒറിജിനൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പം അതിലുണ്ടാകുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അല്ലെങ്കിൽ ഗെയിൻ അല്ലെങ്കിൽ ലോസ് അതിനെ നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ദെൻ അതർ ഗെയിൻസ് ആൻഡ് ലോസസ്. ഇത് കൂടാതെ വേറെ ഏതെങ്കിലുമൊക്കെ ഗെയിൻ ലോസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് ക്ലോസിംഗ് ബാലൻസ് കിട്ടുന്നു. ദിസ് represents the balance of the shareholders equity reserve at the end of the accounting period as reflected in the statement of financial position. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇക്വിറ്റിയിൽ ഷെയർ ക്യാപിറ്റലിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട്, അത് ഓപ്പണിംഗ് ബാലൻസിലാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതിൽ ആഡ് ചെയ്യാനുള്ളതൊക്കെ ആഡ് ചെയ്യുന്നു, ലെസ് ചെയ്യാനുള്ളതൊക്കെ ലെസ് ചെയ്യുന്നു. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റുവേഷൻ, നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് അക്കൗണ്ടിങ് പോളിസിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ചിലപ്പം ആഡ് ചെയ്യാനായിരിക്കാം, കുറയ്ക്കാനായിരിക്കാം. എന്താണോ ചേഞ്ചസ് പറഞ്ഞിട്ടുള്ളത് അത് അതിനനുസരിച്ചിട്ട് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ക്ലോസിംഗ് ബാലൻസ് കിട്ടുന്നു. അതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറയുന്നത്.